എനിക്ക് വേണ്ടി ചെയ്തു തരാൻ ആൾക്കാരുള്ളപ്പോൾ ഞാൻ മടി പിടിച്ചങ്ങ് ഇരിക്കും കേട്ടോ. പക്ഷെ ഇന്ന് തൊട്ട് ഞാൻ തന്നെ കയറിയേ മതിയാകൂ എന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറി. ഒറ്റയ്ക്ക് അടുക്കളയിൽ നിൽക്കുമെന്ന് തോന്നാതിരിക്കാൻ വേണ്ടി ഒരു സിനിമയും കൂടെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കണ്ടോണ്ട് മിക്സിയുടെ എല്ലാം കൂടെ ഡീപ്പായിട്ട് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. അതിന്റെയാണ് കേട്ടോ കണ്ടോണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഓരോന്നെടുത്ത് തുടച്ചോണ്ടിരുന്നപ്പോൾ കറണ്ട് പോയതങ്ങ് വന്നു. അതല്ലെങ്കിലും ഗുഡ് തിങ്സ് വിൽ ഹാപ്പൻ, അങ്ങനെ തന്നെ അങ്ങ് വിചാരിച്ചാൽ മതി കേട്ടോ. അങ്ങനെ നേരെ അതെല്ലാം അടുക്കി പറക്കി അങ്ങ് വെച്ച് കേട്ടോ. ഈ സംഭവങ്ങളെല്ലാം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ തുടച്ചെടുത്ത് വൃത്തിയാക്കി ഒരു സൈഡിലോട്ട് അങ്ങ് വെച്ചു. ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഇത് സീച്ചറിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. അത് 2 ബോളിലായിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നുണ്ട് കേട്ടോ. ഈ മുകളിലിരിക്കുന്ന തട്ട് സീച്ചേട്ടൻ മാത്രമേ അല്ല, കപ്പ് സീച്ചേട്ടൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതും എടുത്തെല്ലാം ഒന്ന് തുടച്ചു വെച്ചു. പിന്നെ മിക്സി എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് അതും സൈഡിലോട്ട് നീക്കി അങ്ങ് വെച്ച് കേട്ടോ. പിന്നെ നമ്മുടെ അരി തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇരിക്കുന്ന അരി വെള്ളരി ആയതുകൊണ്ട് തന്നെ അത് തീർന്നിട്ടേ അതിലോട്ട് റീഫിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന്റെ മുകൾ വശം ഒന്ന് തുടച്ച് വൃത്തിയാക്കി അങ്ങ് ആ സൈഡ് അത്ര അങ്ങ് ക്ലിയർ ചെയ്തു. ഇനി ഈ തരത്തിലുള്ള ഗ്യാസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണെങ്കിലും ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല പാടാണ് കേട്ടോ. അതുകൊണ്ട് വെക്കുന്നവർ ഇത് ഭംഗിക്കുള്ളത് വെക്കണം. അതല്ലാതെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഗ്യാസ് ഒക്കെ തന്നെയാണ് നല്ലത്. പക്ഷേ ഇത് ചെയ്ത് ഞാൻ എക്സ്പേർട്ട് ആയതുകൊണ്ട് തന്നെ ഞാനിത് എല്ലാ തവണയും ഇതുപോലെ ഡീപ്പായിട്ട് എല്ലാം ഊരി മാറ്റിയിട്ടാണോ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ ആ തിരിക്കുന്ന സാധനവും കഴുകി വൃത്തിയാക്കിയാൽ അതും അടിപൊളിയായിട്ട് അങ്ങ് ഇരുന്നോളും. പിന്നെ അത് കഴിഞ്ഞ് ഇത് എടുത്ത് വെക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. ആദ്യമൊക്കെ ഒരുപാട് സമയം എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെയ്ത് അതിൻ്റെ ഏത് ഭാഗം എവിടെ വെക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ഇരിക്കുന്നതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അങ്ങനെ ഗ്യാസിൻ്റെ ഭാഗവും ക്ലിയർ ചെയ്ത് ചിമ്മിനിയും തുടച്ച് വൃത്തിയാക്കി അങ്ങ് ഇട്ടു. അപ്പോഴത്തേനും നമ്മുടെ സിങ്കിനകത്ത് കുറച്ചധികം പാത്രങ്ങളും കുപ്പികളും ഒക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ സ്നാക്സ് ഇട്ട് വെക്കുന്ന കുപ്പികളാണ്. അപ്പോൾ അതെല്ലാം കൂടെ കഴുകി ഉണങ്ങാൻ വേണ്ടി സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ച് കേട്ടോ. അങ്ങനെ അപ്പുറത്തെ സൈഡിലോട്ട് പോകാം, അവിടെയും കൂടെ തുടച്ചിട്ടിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേന് എൻ്റെ തല നന്നായിട്ടൊന്ന് ഇടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ വേദനയാണ് ഈ തുമ്പ് വന്ന് ഇടിക്കുമ്പോൾ. അത് പിന്നെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ തടവി അങ്ങ് ആശ്വസിച്ചു കേട്ടോ. ഇനി രാത്രിയാകുമ്പോൾ തലവേദന വന്നില്ലെങ്കിൽ കൊള്ളാം. ശേഷം ഗ്ലാസിന്റെ ഫ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ ഇതിൽ പെട്ടെന്ന് നമ്മൾ കൈ പിടിച്ച പാടൊക്കെ വരും കേട്ടോ. അതുകൊണ്ട് എപ്പോഴും 2 നേരം വെച്ച് തുടച്ചിട്ടാലേ വൃത്തിയായിട്ട് കിടക്കുകയുള്ളൂ. അങ്ങനെ ഒരുവിധം എല്ലാം സെറ്റായി. ഇനി തൂത്ത് വാരിയാൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.